ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഹോസ്പിറ്റലിലേക്ക് റിസൾട്ട് വാങ്ങാൻ പോയ ഹീറോയിൻ പ്രഗ്നന്റ് ആണെന്നറിയുകയും അതുപോലെ തന്നെ ഹീറോ അവൾ മാരേജിന് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് മദ്യപിക്കുന്നതുമായിരുന്നല്ലോ നമ്മൾ കണ്ട് അവസാനിപ്പിച്ചിരുന്നത്. അവന്റെ അടുത്തേക്ക് അവന്റെ ഫ്രണ്ട് വന്നിട്ട് നീ എന്താ അത്ര വിഷമിച്ചിരുന്ന് മദ്യപിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വൈഫിനെ നിയമപ്രകാരം വിവാഹം കഴിക്കാൻ പോയതാണെങ്കിലും അവള് മാരേജിന് സമ്മതിച്ചില്ല, എൻ്റെ സ്വത്തെല്ലാം അവളുടെ പേരിലാക്കിയിട്ടും അവളെ സമ്മതിച്ചില്ല എന്ന്. ഷെന്നിനൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, പണത്തിന് വേണ്ടിയിട്ടാണ് അവൾ തന്നെ ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ ഇപ്പോൾ തന്റെ മുഴുവൻ സ്വത്തുക്കളും അവളുടെ പേരിൽ എഴുതി വെക്കാന്ന് പറഞ്ഞിട്ടും അവൾ മാരേജിന് സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ ഇതിന്റെ പിന്നിൽ തക്കതായി എന്തെങ്കിലും റീസൺ ഉണ്ടാവും. തീർച്ചയായും അവളുടെ ഉള്ളിൽ ഞാൻ തന്നെ ആയിരിക്കുമെന്ന് ഹീറോ കൺഫേമായി തന്നെ ഫ്രണ്ടിനോട് പറയുന്നു. പിറ്റേ ദിവസം ഹീറോ കമ്പനിയിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ ഓഫീസിൽ ഫയലുകൾ അടുക്കി വെക്കുകയായിരുന്നു ഹീറോയിൻ. ഇത്രയും ദിവസം എൻ്റെ വൈഫിനെ ഞാൻ എത്രത്തോളം മിസ് ചെയ്തു എന്ന് ഹീറോ അവളുടെ അടുത്ത് പറയുന്നു. പക്ഷേ ഹീറോയിൻ അവിടെ ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ല ഇതിലുണ്ട്, ഇനി എന്നെ ഒരു ജോലിക്കും ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കരുത്, കാരണം ഞാൻ ഈ കമ്പനി വിട്ട് പോകാൻ പോവുകയാണ്. ദയവ് ചെയ്ത് എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ അപ്രൂവ് ചെയ്തു തരണമെന്നും ഹീറോ അടുത്ത് അവൾ ആവശ്യപ്പെടുന്നു. അതിന് ഹീറോ അവിടെ എന്ത് ചെയ്താൽ നീ എന്നെ വിട്ടു പോവാതിരിക്കും, വേണമെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നിനക്ക് ജോലി മാറ്റിത്തരാം, അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി, ബോണസായി ശമ്പളം വരെ കൂട്ടിത്തരാമെന്ന് ഹീറോ പറയുന്നുണ്ട്. ഒന്നും വേണ്ട, എനിക്ക് നിന്റെ അടുത്തുനിന്ന് മാറിപ്പോയാൽ മാത്രം മതി, ഈ ജോലിയൊന്നും എനിക്ക് മുഖ്യമല്ല, നിന്നെ കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് തന്നെ ഹീറോയിൻ പറയുമ്പോൾ നീ പറയുന്നതൊക്കെ എന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്നറിയാമോ? എന്നെ കാണുന്നതാണ് നിനക്ക് ഇഷ്ടമല്ലാത്തതെങ്കിൽ തീർച്ചയായും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നിന്നെ മാറ്റിത്തരാം, ദയവ് ചെയ്ത് എൻ്റെ കൺവെട്ടത്ത് നിന്ന് നീ എവിടേക്കും പോകാതിരുന്നാൽ മതി, ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് ഹീറോ പറയുന്നത് കേട്ടപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഹീറോയിൻ ആവട്ടെ അവളുടെ ഫ്രണ്ടുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. അവളാകെ മൂഡ് ഓഫ് ആയിരുന്നു. ഹീറോയിൻ പതിയെ തന്നെ താൻ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം കൂട്ടുകാരെ ധരിപ്പിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, താൻ അബോർഷൻ ചെയ്യാൻ പോവുകയാണെന്നും എന്നോടൊപ്പം സപ്പോർട്ടിന് വരണമെന്നും ഫ്രണ്ടിനോട് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അവൾ പ്രഗ്നന്റ് ആണോ എന്ന മട്ടിൽ തന്നെ അമ്പരപ്പോടെ ആ പെൺകുട്ടി ഹീറോയിനെ നോക്കുന്നു. അതേന്ന് ഹീറോയിൻ പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, പക്ഷേ ഞാൻ എപ്പോഴും നിന്നോടൊപ്പം സപ്പോർട്ടായി നിൽക്കുമെന്ന് പറഞ്ഞ് ഹീറോയിനെ ആ പെൺകുട്ടി സമാധാനപ്പെടുത്തുന്നു. പിറ്റേ ദിവസം ഷെന്നെ വീട്ടിലിരിക്കുമ്പോൾ മുത്തശ്ശി വിളിച്ചിട്ട് നീ പാർക്കിലേക്ക് വന്നാൽ എന്റെ ഫ്രണ്ടിന്റെ ചെറുമകൻ എത്ര സുന്ദരനും സ്മാർട്ടും ആണെന്നറിയാമോ, വന്ന് അവനെ ഒന്ന് കണ്ടിട്ട് പോകുന്നു തന്നെ മുത്തശ്ശി അവനെ നിർബന്ധിച്ച് വിളിക്കുമ്പോൾ ഹീറോ ആവട്ടെ അവിടേക്ക് പോകുന്നുണ്ട്. ഹീറോ വന്നയുടനെ തന്നെ ഹീറോയിന്റെ മകനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതാണ് എന്റെ ഫ്രണ്ടിന്റെ ചെറുമകൻ, അവനാണെങ്കിൽ അച്ഛനില്ല എന്ന്. ഹീറോയിന്റെ അമ്മ കളിയായി പറയുന്നുണ്ട്, തന്റെ ചെറുമകൻ വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആർമിയിൽ ചേർന്ന് അവന്റെ അച്ഛനെ ആയിരിക്കും ആദ്യം വെടിവെച്ച് കൊല്ലാൻ പോകുന്നതെന്ന്. തന്റെ മകനാണെന്ന് അറിയാതെ തന്നെ ഹീറോ ആ കുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ കൊച്ചുകുട്ടിയായിട്ട് അവനെ കണ്ടയുടനെ തന്നെ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ തീരെ ഇഷ്ടമായില്ല എന്ന്. അപ്പോൾ ഹീറോ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഇപ്പോഴല്ലേ ആദ്യമായി കണ്ടത്, കണ്ടയുടനെ തന്നെ എന്നെ ഇഷ്ടമായില്ല എന്ന് എങ്ങനെ പറയുന്നേ, ഗ്ലാസ് എന്തിനാ ഇങ്ങനെ ധരിച്ചേക്കുന്നതെന്നും ഹീറോ അവന്റെ അടുത്ത് തിരക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവന് കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് ആ ഗ്ലാസ് ധരിപ്പിച്ചേക്കുന്നതെന്ന്. പിന്നീട് ഹീറോയിന്റെ അമ്മ കുട്ടിയെ കളിപ്പിക്കാനായി അവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോകുമ്പോൾ ഹീറോ പറയുന്നുണ്ട് അവന് നേരെ ചൊവ്വേ ഡ്രൈപ്പർ പോലും ധരിക്കാൻ അറിയില്ല, അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞേ എന്ന്. അവരുടെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് നിന്റെ വയസ്സ് എന്താണ്, അവന്റെ വയസ്സ് എന്താണ്, അതൊരു കൊച്ചുകുട്ടിയല്ലേ, അവനോടാണോ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും വഴക്കിനും പോകുന്നതെന്നും ചോദിച്ച് മുത്തശ്ശി അവനെ വഴക്ക് പറയുന്നു. മുത്തശ്ശി അവനെ വഴക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ഉള്ളിൽ ദേഷ്യം ഉണ്ടായിട്ട് പോലും ആ കുട്ടിയെക്കുറിച്ച് പിന്നീട് ഹീറോ ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം പാർക്കിൽ സ്പെൻഡ് ചെയ്തിട്ട് അവരെല്ലാം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. ജിങ്ഷിയുടെ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചുകുട്ടി അവിടേക്ക് കടന്നു വന്നിട്ട് നാളെ ന്യൂ ഇയർ അല്ലേ, മുത്തശ്ശി അവരുടെ വീട്ടിലേക്ക് അവരുടെ പേരക്കുട്ടിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പോയിട്ട് വരാനായി ഇരുവരും സമ്മതം അറിയിക്കുന്നത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്കും ഹീറോയുടെ അടുത്തേക്കും ആ കൊച്ചുകുട്ടി പോകുന്നു. കഴിഞ്ഞ ദിവസം ഹീറോയോട് അങ്ങനെ പെരുമാറിയത് കൊണ്ട് തന്നെ കുട്ടിയോട് ചെറിയ ദേഷ്യം ഹീറോയ്ക്ക് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവന് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഹീറോ ഓർഡർ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല കൊച്ചുകുട്ടി അവനോട് പറയുന്നുണ്ട് ഇനി ദേഷ്യമൊന്നും വേണ്ട, നമ്മൾക്ക് ഇരുവർക്കും ഫ്രണ്ട്സ് ആയിരിക്കാന്ന് പറഞ്ഞ് ഹീറോയുടെ നേർക്ക് കൈ നീട്ടുന്നു. ഹീറോയും അവന് കൈ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഒരു അർജന്റ് കോൾ വരുന്നത് കൊണ്ട് തന്നെ ഹീറോ ഇവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പോഴാണ് ജിങ്ഷി വിളിച്ചിട്ട് ന്യൂ ഇയർ ഒക്കെ എങ്ങനെ പോകുന്നു, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു വന്ന് തിരക്കുന്നത്. ഉടനടി തന്നെ നന്നായി തന്നെ പോകുന്നു എന്ന് പറഞ്ഞ് അയാനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ ശ്രദ്ധ ഫോൺ സംസാരത്തിലേക്ക് മാറിയപ്പോൾ തന്നെ അയാനാവട്ടെ ഹീറോയുടെ ഭക്ഷണത്തില് ചില്ലി സോസ് കൂടുതൽ കലർത്തുകയും അതുപോലെ വെള്ളത്തില് ഉപ്പ് കലർത്തി വെക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണ് ഹീറോ അവിടേക്ക് വരുന്നത്. ഫുഡ് വായിലേക്ക് വെച്ചതേ ഉള്ളൂ, എരിവ് കാരണം അത് ഇറക്കാൻ പോലും അവന് സാധിച്ചില്ല. ഇതെന്തൊരു എരിവാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ അവൻ വെള്ളം എടുത്ത് കുടിക്കുമ്പോഴോ ഉപ്പ്. അപ്പോൾ തന്നെ വായിൽ നിന്ന് അവന് തുപ്പിക്കളയുകയും ഈ കാഴ്ച കണ്ട് അയാൻ അവിടെ ചിരിക്കുകയും ചെയ്യുന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ച മുത്തശ്ശി അവന്റെ വാതുടക്കാനായി ടിഷ്യൂ പേപ്പർ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ എരിവ് കുറേ എന്നും പറഞ്ഞ് അയാനാവട്ടെ ഹീറോയുടെ നേർക്ക് ചോക്ലേറ്റ് ബോക്സ് നീട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഹീറോ ഒരെണ്ണം എടുത്ത് കഴിച്ചതേ ഉള്ളൂ, അത് മറ്റെന്തോ ആയിരുന്നു.
എന്നെ കൊണ്ട് വയ്യേ എന്ന മട്ടിൽ തന്നെ ഹീറോ തലകുനിച്ചിരിക്കുന്നുണ്ട്. ഈ സമയം അയാൻ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. ഹീറോയിന്റെ റൂമില് ഹീറോയിനും അതുപോലെ ഹീറോയിൻ ചേർന്നെടുത്ത ഒരു ഫോട്ടോ അയാൻ കാണുന്നുണ്ട്. അർദ്ധരാത്രിയിലും തന്റെ അമ്മ ഈ ഫോട്ടോ കണ്ടിട്ട് കരയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളായിരിക്കും തന്റെ അച്ഛൻ. നിന്നെ പോലൊരു അച്ഛനെ തീർച്ചയായും ഞാൻ വെറുതെ വിടില്ല എന്ന് തന്നെ അന്ന് തന്നെ അയാൻ മനസ്സിലുറപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് അന്നേ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ അവൻ നടപ്പിലാക്കുന്നത്. ഹീറോ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് അയാൻ വല്ലാതെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോനെ, നമുക്ക് രണ്ടുപേർക്കും വെളിയിലേക്ക് പോയി ജോളിയായി തന്നെ ഗെയിംസ് ഒക്കെ കളിക്കാന്ന് പറയുന്നു. അതൊന്നും പറ്റില്ല അങ്കിൾ, എൻ്റെ അമ്മേനെ ഒരുപാട് മിസ് ചെയ്യും, എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് അയാൻ പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെ ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് പോയാൽ എങ്ങനെ ശരിയാവുക? ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ? എന്നോടൊപ്പം നീ വന്നില്ലെങ്കിൽ നിന്നെ തീർച്ചയായും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന് തന്നെ ഹീറോ തറപ്പിച്ച് പറയുന്നു. അവൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് കണ്ടതും അയാൻ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. ആഹാ, ഇയാളിപ്പോഴേ ചെയ്തു കൂട്ടിയനെല്ലാം എന്നോട് റിവെഞ്ച് ചെയ്യാൻ പോവുകയാണല്ലോ. പിന്നീട് മുത്തശ്ശി എടുത്തുകൊണ്ടാണ് ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഗെയിംസ് ഒക്കെ കളിച്ച് അവൻ വളരെ ടയേർഡായി ഉറങ്ങിപ്പോയെന്ന് തന്നെ മുത്തശ്ശി ഹീറോയിന്റെ അമ്മയെടുത്ത് പറഞ്ഞ് അവരുടെ കയ്യിലേക്ക് കുട്ടിയെ ഏൽപ്പിക്കുന്നു. ഹീറോയിന്റെ അമ്മയാവട്ടെ കുട്ടിയെ കൊണ്ടുപോയി കിടത്താനായി പോകുന്നുണ്ട്. ഇതേസമയം മുത്തശ്ശിയാവട്ടെ ഹീറോയെ വിളിച്ച് കണ്ണുപൊട്ട ചീത്ത പറയുന്നുണ്ട്. നീ ഒരു കൊച്ചു കുട്ടിയാണോ ഇങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ കളിക്കാനായി കൊണ്ടുപോകുന്നത്? നിന്റെ പ്രായം എന്താണ് എന്നറിയാമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വഴക്ക് പറയുന്നു. പിറ്റേ ദിവസം ഹീറോ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഹീറോയിനെ മാറ്റുകയും ചെയ്തിരുന്നു. അവളെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഹീറോ അവിടേക്ക് ചെന്നത്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കുമായി ഒരു മീറ്റിംഗും ഹീറോ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും മീറ്റിംഗിനായി വന്നിരിക്കുന്നു. ഹീറോയുടെ തൊട്ടപ്പുറത്തെ സീറ്റിൽ തന്നെയാണ് ഹീറോയിൻ ഇരുന്നത്. മനഃപൂർവ്വം തന്നെ അവളുടെ കാലിൽ തൊടാൻ വേണ്ടിയിട്ട് ഹീറോ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവനെ കൊണ്ട് പൊറുതി മുട്ടിയല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ അവന്റെ കാലിലൊരു നുള്ളു കൊടുക്കുന്നു. വേദന കൊണ്ട് ഹീറോ അവിടെ നിന്ന് പിടഞ്ഞെഴുന്നേൽക്കുന്നത് കണ്ടിട്ട് തന്നെ എന്ത് പറ്റി സാറെന്ന് മറ്റുള്ളവർ തിരക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നീട് ഹീറോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം ഹീറോയുടെ അസിസ്റ്റന്റ് വന്നിട്ട് നിങ്ങളുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ ഒരു കുട്ടി പയ്യനും കൂടി നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടെന്ന് ഹീറോ എടുത്ത് പറയുന്നു. എന്ത് കൊച്ചുകുട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോ ദേഷ്യത്തോടെ അവിടെ നിന്ന് മുത്തശ്ശിയെ കാണാൻ പോകുന്നു. മുത്തശ്ശി ഇത് ഓഫീസായിട്ട് തന്നെയാണോ കണ്ടിരിക്കുന്നത് അതോ മറ്റെന്തെങ്കിലും ആയിട്ടാണോ? ഇതുപോലെയുള്ള പൂച്ചക്കുട്ടികളെ ഒന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പാടില്ലെന്ന് അറിയില്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതൊരു കൊച്ചു കുട്ടിയല്ലേ, അതിനെ എന്തിനാ പൂച്ചയെന്നൊക്കെ പറയുന്നതെന്ന് മുത്തശ്ശിയും തിരിച്ചു ചോദിക്കുന്നുണ്ട്. അങ്കിൾ, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് പൂച്ചക്കുട്ടി മാതിരി തോന്നുന്നുണ്ടോ? ഞാനൊരു മനുഷ്യനാണ്, അതുകൊണ്ട് മര്യാദയുടെ കൂടെ തന്നെ സംസാരിക്കണമെന്ന് കൊച്ചുകുട്ടിയും പറയുന്നു. അതിന് ഷെന്ന് ചെറിയ വായ വെച്ച് ഓവറായി സംസാരിക്കാതെ, പിന്നെ നിങ്ങൾ എന്നെ പൂച്ചക്കുട്ടി നായക്കുട്ടി എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കണോ? നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എൻ്റെ അച്ഛനെ വേണമെങ്കിൽ നിങ്ങൾ നായക്കുട്ടി എന്ന് വിളിച്ചോ, അതെനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയോട് പറയുന്നു തന്നെ അയൻ പറയുന്നു. നീ എന്താ പറഞ്ഞു വരുന്നത്? നിന്റെ അമ്മയെ കണ്ടാൽ ഞാൻ അങ്ങ് പേടിക്കുമെന്നോ? തീർച്ചയായും നിങ്ങൾ എൻ്റെ അമ്മയെ കണ്ടാൽ പേടിക്കും എന്ന് തന്നെ കുട്ടിപ്പയ്യനും പറയുന്നു. പിന്നീട് ഹീറോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാവട്ടെ ചെറിയ പയ്യൻ അവൻ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രോയിങ്ങിലേക്ക് നോക്കിയ ഉടനെ തന്നെ ഹീറോ ചോദിക്കുന്നുണ്ട്, ഇത് നിന്റെ അമ്മ, ഇത് നീ, പിന്നെ ഒരു നായ, അതിനിപ്പുറത്ത് നീ എന്തു ഈ വരയ്ക്കുന്നേ? നായയുടെ വിസർജ്യമാണെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. ഇത് തന്റെ അച്ഛനാണെന്നും അവൻ കൂട്ടിച്ചേർക്കുന്നു. ഇത്രയും മോശമായിട്ടാണോ തന്റെ അച്ഛനെ ചിത്രീകരിക്കുന്നത്? മര്യാദയ്ക്ക് മാറ്റി വരയ്ക്കുന്നതിന് ഹീറോ ദേഷ്യത്തോടെ പറയുന്നു. അങ്കിൾ, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ മനുഷ്യനല്ലെന്ന്? അപ്പോൾ എൻ്റെ അച്ഛനും മനുഷ്യനായിരിക്കാൻ യാതൊരു അർഹതയും ഇല്ലാതെയാണ്, അതുകൊണ്ട് ഇങ്ങനെ വരച്ചാൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെ അയാൻ പറയുന്നുണ്ട്. ചെറിയ വായിൽ എന്ത് വർത്താനോ നീ പറയുന്നത്? അങ്ങനെ പറഞ്ഞതിന് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഹീറോ ദേഷ്യപ്പെടുന്നുണ്ട്. വായടക്കിട, അതൊരു കൊച്ചുകുട്ടിയല്ലേ, അതിനോടാണോ നീ ഈ വഴക്കിടുന്നത്? രണ്ടുപേരിൽ ആരാ കൊച്ചുകുട്ടിയെന്ന് പോലും മനസ്സിലാവുന്നില്ല. എനിക്ക് പോകാൻ ടൈമായി, എന്നോടൊപ്പം വാന്ന് പറഞ്ഞ് മുത്തശ്ശി ഹീറോയെ വിളിക്കുന്നുണ്ട്. ഹീറോ പോയ ഉടനെ തന്നെ അവന്റെ ഫോൺ എടുത്തു വെച്ച് അയാൻ പരിശോധിക്കുന്നുണ്ട്. എന്താ നീ നോക്കുന്നതെന്ന് തന്നെ. എന്തിനാ എൻ്റെ ഫോൺ എടുത്തേ? അത് പിന്നെ നിങ്ങളുടെ ഫോണിൽ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു, അത് നിങ്ങളുടെ വൈഫാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതെ, എൻ്റെ വൈഫാണ്. എങ്കിൽ പിന്നെ നിങ്ങളോടൊപ്പം ഒരിക്കൽ പോലും നിങ്ങളുടെ വൈഫിനെ കണ്ടിട്ടില്ലല്ലോ, അതിന് കാരണം തന്നെ നിങ്ങളുടെ മോശമായ ക്യാരക്ടർ തന്നെയായിരിക്കാം. തീർച്ചയായും ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് കിട്ടാനേ പോകുന്നില്ല. ജീവിതകാലം മുഴുവൻ നിങ്ങളിങ്ങനെ തനിച്ചേ ഉണ്ടാവുമെന്ന് തന്നെ ആ കൊച്ചുകുട്ടി പറയുന്നത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് വല്ല ദേഷ്യമാവുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിനെ കാണാനായി അവളുടെ ഓഫീസിലേക്ക് ഹീറോ കയറി പോകുന്നുണ്ട്. ഹീറോയിൻ ഉടനടി തന്നെ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ഇത് ഓഫീസാണെന്ന് മറന്നുപോയോ? കുറച്ചും കൂടി മര്യാദയ്ക്ക് പെരുമാറുന്ന. എന്റെ മൈൻഡ് ഇപ്പോൾ തീരെ ശരിയല്ല, നിന്നെ കണ്ടാലൊന്ന് റിലാക്സ് ആവുമെന്ന് പറഞ്ഞാണ് നിന്റെ അടുത്തേക്ക് വന്നത്. ആ കുട്ടിച്ചാത്തൻ എന്തൊക്കെയാ പറയുന്നതെന്നറിയാമോ? അവന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെയാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ നീയും എന്നെ വഴക്ക് പറയുകയാണോ എന്ന് അവൻ ചോദിക്കുന്നു. കുട്ടിപ്പയ്യനോ എന്നവള് സംശയത്തോടെ ചോദിക്കുമ്പോൾ, അതെ, ഒരു ചെറിയ പയ്യൻ, എപ്പോഴും നെഗറ്റീവ് മാത്രമേ സംസാരിക്കൂ, എന്റെ ലൈഫിൽ നല്ലതൊന്നും നടക്കില്ല എന്ന് തന്നെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി, നിന്റെ മൈൻഡ് അപ്സെറ്റ് ആണെന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാതെ, എനിക്ക് ഒരുപാട് ജോലികളുണ്ടെന്ന് തന്നെ ഹീറോയിൻ പറയുന്നു. തീർച്ചയായും നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അത് പെൺകുഞ്ഞ് തന്നെയായിരിക്കണം, ഇപ്പോൾ 4-5 വയസ്സെങ്കിലും കണ്ടേനെ എന്ന് ഹീറോ വിഷമത്തോടെ പറയുന്നു. ഉടനടി തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്, നിന്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് ആരാണ് ആഗ്രഹിക്കുക? മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നു തന്നെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോകാൻ പറയുന്നുണ്ടെങ്കിലും നീ എന്നോട് പോകാൻ പറഞ്ഞെങ്കിലും ഒരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിന്റെ കണ്ണാകെ ചുവന്നല്ലോ എന്ന് ഹീറോ തിരിച്ചു ചോദിക്കുന്നുണ്ട്.
നിന്റെ കുഞ്ഞിന് ജന്മം നൽകണമെന്ന് ആർക്കാണ് ആഗ്രഹം? നീ പോയി നിന്റെ ഫിയാൻസി അടുത്ത് പറയാന്ന് തന്നെ ഹീറോയിൻ പറയുന്നത് കേട്ടപ്പോൾ സത്യമായിട്ടും ലിസ എൻ്റെ ഫിയാൻസി ഒന്നുമില്ല, അവളും ഞാനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിലും അതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല, എൻ്റെ അടുത്തൊന്ന് മാറിപ്പോ എന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും അവളുടെ കൈകൾ കൂട്ടിച്ചേർത്തിട്ട് ഇനിയെങ്കിലും എന്നെ വിട്ടു പോകരുത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്, എൻ്റെ മൈൻഡിൽ ഫുള്ള് നീയാണുള്ളത്, അവിടെ മറ്റാർക്കും സ്ഥാനമില്ല എന്ന് തന്നെ ഹീറോ വ്യക്തമാക്കുന്നുണ്ട്. നീ എന്തിനാണ് ഈ സിറ്റിയിലേക്ക് വന്നത്? എനിക്ക് വേണ്ടിയിട്ടാണോ? എന്നാൽ നമ്മുടെ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ട് തന്നെ ഏതാണ്ട് 5 വർഷങ്ങൾക്ക് ഇപ്പുറമായിരിക്കുന്നു. ഇപ്പോൾ നമുക്കിടയിൽ യാതൊരു ബന്ധവുമില്ല. ഈ സിറ്റി വിട്ട് നീ പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോവുമെന്ന് തന്നെ ഹീറോയിൻ പറയുന്നു. അവളുടെ വാക്കുകളിൽ ഭയങ്കരമായ ദേഷ്യം തോന്നി ഹീറോ അവിടെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇരുന്ന് സംസാരിച്ചാൽ എല്ലാം ശരിയാവുന്നതേ ഉള്ളൂ എന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിലും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഹീറോയിൻ അവളുടെ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇനിയും ദിവസങ്ങൾ കടന്നു പോകാതെ തന്നെ അബോർഷൻ ഉടനടി ചെയ്യണം, തന്നോടൊപ്പം വരണമെന്ന്. ഫ്രണ്ടും അതിന് ഓക്കെ പറയുന്നു. പിറ്റേ ദിവസം സോഫയിലിരുന്ന് വളരെ ടയേർഡായി ഉറങ്ങുന്ന ഹീറോയ്ക്ക് മുത്തശ്ശിയുടെ കോള് വരുന്നുണ്ട്. എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുക, ഈ ഡോറിന്റെ ലോക്ക് എന്താണെന്ന് പറയേ, അല്ലെങ്കിൽ വന്ന് വാതിൽ തുറന്നു എന്ന് തന്നെ മുത്തശ്ശി പറയുന്നു. ഒന്ന് നിൽക്ക്, ദാ വരുന്നു എന്ന് തന്നെ പറഞ്ഞ് ഹീറോ വാതിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ഇതേസമയം മുത്തശ്ശി അവനോട് പറയുന്നുണ്ട്, നിന്റെ കസിന് വേണ്ടി ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചായിരുന്നല്ലോ, അവളുടെ ഫോൺ നമ്പർ നിന്റെ കസിനൊന്ന് അയച്ചു കൊടുക്കെന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ ഫോൺ അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആ നമ്പർ കണ്ടതും ഹീറോ വല്ലത് ഷോക്ക് ആവുന്നുണ്ട്. എന്താ ഇത്, ഹീറോയിന്റെ നമ്പർ അല്ലേ ഇത്? മുത്തശ്ശിയുടെ കയ്യിൽ ജിങ്ഷിയുടെ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ ആ കുട്ടി പയ്യൻ അവളുടെ കുട്ടിയാണോ എന്നൊക്കെ ഹീറോയ്ക്ക് ആലോചിച്ചിട്ട് തല പുകയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി എവിടേക്ക് വന്നിരിക്കുമ്പോൾ ഹീറോ തിരക്കുന്നുണ്ട്, നിങ്ങൾ കസിന് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ പേര് ജിങ്ഷി എന്നാണോ എന്ന്. നിനക്ക് എങ്ങനെ അറിയാമെന്ന് മുത്തശ്ശി അമ്പരപ്പോടെ ചോദിക്കുമ്പോൾ അതെന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്ന് ഹീറോ പറയുന്നു. ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്, ഞാൻ ഇപ്പോൾ തന്നെ അവളെ കണ്ടിട്ട് വരാം, അതിനുശേഷം നിങ്ങളോടെല്ലാം പറയാന്ന് പറഞ്ഞ് ഹീറോ അവിടെ ഓടിപ്പോകുന്നുണ്ട്. അയാൻ തന്റെ പേരക്കുട്ടിയാണല്ലോ എന്ന് ഓർത്തിട്ട് മുത്തശ്ശിയും വളരെയധികം സന്തോഷപ്പെടുന്നു. ജിങ്ഷിയെ കാണാൻ പോവുകയാണെങ്കിൽ നീ സൂക്ഷിച്ചു പോണേ, നിന്റെ അമ്മായിയമ്മ ചിലപ്പോൾ നിന്നെ ശരിയാക്കാൻ സാധ്യതയുണ്ടെന്ന് മുത്തശ്ശി പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്നു. പിന്നീട് ഹീറോയിന്റെ അമ്മയെ കാണിക്കുന്നുണ്ട്. അവർ നടന്നു വരുമ്പോൾ റോഡിലൂടെ ഫാസ്റ്റായി ഒരു കാറ് പോകുന്നു. ഈ കാലത്തെ കുട്ടികൾ ഇങ്ങനെയാണല്ലോ കാറ് ഓടിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ മുത്തശ്ശി ഹീറോയിന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുകയും ഞാൻ അയാനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്, അവന്റെ ഹെയർ ഗ്രോത്തിന് വേണ്ടി പുതിയൊരു ഹെയർ ഓയിൽ വാങ്ങാമെന്ന് വിചാരിക്കുകയാണെന്ന് മുത്തശ്ശി പറയുന്നു. മുത്തശ്ശിയാണെങ്കിൽ അവന്റെ DNA ടെസ്റ്റ് എടുക്കാനായി പ്ലാൻ ചെയ്യുകയാണ്. ഷെന്നിതേ നേരം കൊണ്ട് തന്നെ ഹീറോയിന്റെ വീട്ടിലെത്തിയിരുന്നു. അവൾ അവനെ കണ്ടതും വല്ലാതെ ഷോക്കാവുന്നു. ഇവിടെ എന്ത് ചെയ്യുകയാണ്? പെട്ടെന്ന് തന്നെ പോകുന്ന തന്നെ ഹീറോയിൻ പറയുന്നത് കേട്ടപ്പോൾ, ഇവിടെ നിന്ന് എന്തിനാണ് ഞാൻ പോകുന്നത്? ഒരു കാര്യം നിന്നോട് ചോദിക്കാനാണ് വന്നത്. കഴിഞ്ഞ ദിവസം ഒരു യുവാവുമായി ബ്ലൈൻഡ് ഡേറ്റിന് പോയിരുന്നല്ലോ, അവൻ ആരാണെന്ന് അറിയാമോ എന്ന് ഹീറോ അവളടുത്ത് ചോദിക്കുന്നു. അതാരാണെന്നൊന്നും എനിക്കറിയില്ല, മുത്തശ്ശിവന്റെ അമ്മയും കൂടി അറേഞ്ച് ചെയ്തെന്ന് ഹീറോയിൻ പറയുമ്പോൾ അതെന്റെ കസിനാണെന്ന് ഹീറോ തുറന്നു പറയുന്നു. ഓ, നിന്റെ കസിനായിരുന്നു, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല, അമ്മ വരുന്നതിന് മുമ്പ് വേഗം തന്നെ ഇവിടുന്ന് പോകാൻ നോക്കെന്ന് പറഞ്ഞ് ഹീറോയെ അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് എന്നെ പറഞ്ഞയക്കാൻ നീ ധൃതിപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അകത്ത് ഞാൻ കാണാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോ അകത്തേക്ക് നോക്കുന്നു. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഹീറോയിൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അയാനെ കാണുമോ എന്നൊരു പേടി അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഉടനടി തന്നെ ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്ന് നൈറ്റ് എന്നോടൊപ്പം സ്പെൻഡ് ചെയ്യാമോ എന്ന്. തീർച്ചയായും സ്പെൻഡ് ചെയ്ത് തൊലയ്ക്കാം, നീ ഇവിടെ നിന്ന് പോകുന്നു തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോ തിരിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്നോടൊരു കുട്ടിപ്പയ്യന്റെ കാര്യം പറഞ്ഞായിരുന്നു, അത് നമ്മുടെ മകനാണോ എന്ന് ഹീറോ ഒരു മടിയുമില്ലാതെ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. അവളാണെങ്കിൽ കുട്ടിപ്പയ്യനോ? ഏത് കുട്ടിപ്പയ്യൻ? എനിക്കൊരു മകനുമില്ല, ഞാൻ തനിച്ച് തന്നെയാണെന്ന് ഹീറോയിൻ തറപ്പിച്ചു പറയുമ്പോൾ, തനിച്ചാണോ? നിന്റെ മുഖം കണ്ടിട്ട് നീ കള്ളം പറയുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹീറോ അവളെ കിസ് ചെയ്യാൻ പോകുന്നു. ഉടനടി തന്നെ അയാനാവട്ടെ കളിപ്പാട്ട തോക്കുമായി ഹീറോയെ വെടിവെക്കുന്ന രീതിയിൽ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്റെ അമ്മയെ ബുള്ളി ചെയ്യാതെ പോന്ന് പറഞ്ഞ് ഹീറോ അവനെ അടിക്കാനായി ചെല്ലുന്നുണ്ടെങ്കിലും ഹീറോ അവന്റെ തലയ്ക്ക് പിടിച്ച് അടുത്തേക്ക് വരാതെ തടയുന്നുണ്ട്. അത് നിർത്ത്, രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കിടുന്ന എന്തിനാണെന്ന് ഹീറോയിൻ ദേഷ്യത്തോടെ തന്നെ ഇരുവരോടുമായി ചോദിക്കുന്നു. ഈ കുട്ടി എന്റെ മാത്രം തെറ്റാണോ എന്ന് ഹീറോ അവനെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ആരുടെയും തെറ്റുകൊണ്ടുണ്ടായതല്ല, എന്റേത് മാത്രമാണെന്ന് ഹീറോയിൻ പറയുന്നു. നിന്റേത് മാത്രമോ? ഈ കൊച്ചുകുട്ടി എവിടെ നിന്ന് വന്നതാണ്? എനിക്കറിയാതെ രഹസ്യമായി എന്റെ കുട്ടിയെ നീ ജന്മം നൽകി വളർത്തി, എന്നിട്ട് എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ, മര്യാദയ്ക്ക് എന്റെ അമ്മയുടെ ദേഹത്ത് നിന്ന് കൈയെടുക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് തന്നെ അയാൻ ഹീറോയോട് പറയുന്നുണ്ട്. ഈ സമയം അവനെ ആദ്യം കണ്ടപ്പോൾ മുതലുള്ള കാര്യം ഹീറോ ആലോചിച്ച് നോക്കുന്നുണ്ട്. അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതും അവന്റെ ഫുഡില് എരിവ് ചേർത്തതും അവനെ നായ വിസർജ്യത്തോട് ഉപമിച്ചതുമൊക്കെ. അപ്പോൾ നിന്റെ അച്ഛൻ ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ എന്നെ ഇത്രയും ബുള്ളി ചെയ്തേന്ന് ഹീറോ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു മകൻ തനിക്കുണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഹീറോയിനെ അവൻ ഹഗ് ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറം തന്നെ വിട്ടുപോകരുത്, എന്റെ പൊന്നെ ഭാര്യയല്ലേന്ന് ചോദിച്ച് ഹീറോ അവളെ ഹഗ് ചെയ്യുന്ന കണ്ടിട്ട്, ആരുടെ ഭാര്യ എന്നാ പറയുന്നത്? മര്യാദക്ക് കൈയിട്, അതെന്റെ അമ്മയാണ്. അതിന് ഹീറോ, അവൾ എന്റെ അമ്മ തന്നെയാണ്, പക്ഷെ അതിനു മുമ്പേ അവൾ എന്റെ വൈഫായതാണ്, ഞാൻ എന്റെ അച്ഛനാണ്, എന്നോട് കുറച്ചും കൂടി മര്യാദയ്ക്ക് സംസാരിക്കുന്നത് തന്നെ ഹീറോ അവന്റെ അടുത്ത് പറയുന്നു.
നിങ്ങൾ എൻ്റെ അച്ഛനൊന്നും അല്ലാന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ പയ്യനെ ആവട്ടെ ഹീറോ എടുത്ത് വഴക്കിനൊരുങ്ങുന്നുണ്ട്. ഹീറോയും വിട്ടുകൊടുക്കുന്നില്ല. ഇവരിരുവരും വഴക്കിടുന്ന സമയത്ത് തന്നെയായിരുന്നു വീട്ടിലെ കഥ തുറക്കുന്നതായിട്ട് ഹീറോയിന് തോന്നുന്നത്. ഉടനടി തന്നെ അവൾ ഹീറോയെ ഒളിപ്പിക്കാനായി പോകുന്നുണ്ട്. പക്ഷെ ഒളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശി വാതിൽ തുറന്നു വരുന്നുണ്ട്. എനിക്ക് എല്ലാ സത്യങ്ങളും അറിയാം, എന്റെ അമ്മ എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്ന മുത്തശ്ശി പറയുന്നു. തീർച്ചയായും അമ്മ ഇവിടേക്ക് വന്നാൽ പ്രശ്നമാവും, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകുന്ന തന്നെ ഹീറോ എടുത്ത് പറയുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് വന്ന ഹീറോ ആവട്ടെ എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല, എനിക്കും ജിങ്ഷിക്കും ഒരു മകനുണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ എഴുന്നേറ്റ് താഴേക്ക് വരുമ്പോൾ തന്നെ അമ്മ അവളടുത്ത് പറയുന്നുണ്ട്, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്ക, നിനക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇതേ സമയം വാതിലിന് തട്ടുന്ന ശബ്ദം കേട്ടതും ഹീറോയിൻ ചെന്ന് വാതിൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. ഹീറോ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തിനാ എവിടേക്ക് വന്നത്? എന്റെ അമ്മ അകത്തുണ്ട്, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകുന്ന തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്. നീ എന്തിനാ എന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ആട്ടിപ്പായിക്കുന്നത്? നിനക്ക് വേണ്ടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ആദ്യം നീ ഇവിടെ നിന്ന് പോകുന്ന തന്നെ ഹീറോയിൻ അവനോട് പറയുന്നു. അതിന് ഹീറോ, ഞാൻ ഇവിടെ നിന്ന് പോകേണ്ട യാതൊരു കാര്യമില്ല, നിനക്കും എനിക്കും ഒരു മകനുണ്ട്, അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ വിട്ടുപോകേണ്ട യാതൊരു ആവശ്യവുമില്ല, നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് ഹീറോ പറയുന്നുണ്ട്. അവളാവട്ടെ ഈ റിലേഷൻഷിപ്പ് ദൈവത്തെ ഓർത്ത് കളഞ്ഞിട്ട് പോകാൻ നോക്ക്, അവൻ എന്റെ മാത്രം മകനാണ്, നിങ്ങൾക്കതിൽ യാതൊരു പങ്കുമില്ല, ഇനിയും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുതെന്ന് ഒരു ദയം കൂടാതെ തന്നെ അവൾ അവനോട് പറയുന്നുണ്ട്. 5 മില്യന് വേണ്ടി നീ എന്നെ ഉപേക്ഷിച്ചു പോയി, എന്റെ മൊത്തം സ്വത്തുക്കളും തരാമെന്ന് പറഞ്ഞിട്ടും നീ എന്നെ മാരേജ് ചെയ്തില്ല, നിനക്ക് എന്താണ് വേണ്ടത്? എന്ത് ചോദിച്ചാലും ഞാനത് നൽകാൻ തയ്യാറാണ്, എനിക്ക് യാതൊന്നും തന്നെ വേണ്ട, എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് പോയി തന്നാൽ മാത്രം മതി, ഇനിയും ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞ് ഹീറോയിൻ അകത്തേക്ക് കയറി പോകുന്നു. ഇതേ സമയം കുട്ടിപ്പയ്യൻ എവിടേക്ക് വന്നിട്ട്, അങ്കിൾ നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് പറഞ്ഞ് അവനും വാതിലടയ്ക്കുന്നുണ്ട്. ഹീറോ വളരെ അപ്സെറ്റായി തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ വളരെ വിഷമത്തോടെ കാറിലിരിക്കുമ്പോഴാണ് കുട്ടിപ്പയ്യൻ ഹീറോയെ വിളിച്ചിട്ട്, എന്തിനാ എന്റെ അമ്മ എങ്ങനെ ശല്യം ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്റെ അമ്മയോടൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കണം. കറക്റ്റായിട്ടുള്ള കാര്യമാണ് നീ ഇപ്പോൾ പറഞ്ഞത്, നീ എന്നെ പോലെ തന്നെയാണ് ചിന്തിക്കുന്നത്, എന്നെ പോലെ തന്നെ സ്മാർട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ നീ എനിക്ക് പറഞ്ഞു എന്നും ഹീറോ പറഞ്ഞത് കേട്ടപ്പോൾ, ഞാൻ നിങ്ങളെ പോലെയൊന്നുമല്ല, എന്റെ അമ്മയെ പോലെയാണ്, എന്റെ അമ്മ വളരെ സ്മാർട്ടാണ്, നിങ്ങളൊരു വിഡ്ഢിയാണെന്നും പറഞ്ഞ് കോള് കെട്ടുകയും ചെയ്യുന്നു, ശരിക്കും എന്റെ മകൻ തന്നെയാണോ? എന്തൊരു അഹങ്കാരമാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോ അവന്റെ അമ്മയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട്. ഇന്ന് നൈറ്റ് വീട്ടിലേക്ക് വരുമെന്ന് ഹീറോ അവന്റെ അമ്മയെടുത്ത് പറയുമ്പോൾ, ശരിയടാ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെക്കാന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവന്റെ അമ്മ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നൈറ്റ് ഹീറോ അമ്മയെ കാണാനായി വരുമ്പോൾ 5 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് നടന്നതെന്നും ജിങ്ഷി എന്തിനാണ് തന്നെ ഉപേക്ഷിച്ചു പോയി എന്നും അമ്മ എടുത്ത് തിരക്കുന്നു. നീ എന്തിനാണ് ഇത് എന്നോട് ചോദിക്കുന്നത്? 5 വർഷങ്ങൾക്ക് മുമ്പ് അവള് പണത്തിന് വേണ്ടിയിട്ടല്ലേ നിന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് അവർ പറഞ്ഞപ്പോൾ തന്നെ ഹീറോ പറയുന്നുണ്ട്, ഇനിയെങ്കിലും സത്യം പറ, എങ്കിലേ എനിക്ക് ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കൂ എന്ന്. ഓ, അപ്പോൾ നീ ആ സിറ്റിയിലേക്ക് പോയത് തന്നെ അവളെ കണ്ടെത്താനാണോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ, അതെ, അവളെ കണ്ടെത്താനായിട്ട് തന്നെയാണ് അവിടേക്ക് പോയത്, അവളെ കഷ്ടപ്പെട്ട് കണ്ടെത്തി, ഇനിയെങ്കിലും അവൾ എന്തിനാണ് എന്നെ വിട്ടുപോയി എന്ന് എനിക്ക് കണ്ടെത്തി മതിയാവൂ എന്ന് ഹീറോ അമ്മയെടുത്ത് പറയുന്നുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവൾ നിന്നെ വിട്ടുപോയിട്ട് ഏതാണ്ട് 5 വർഷങ്ങൾക്ക് ഇപ്പുറം ആയിരിക്കുന്നു, അവൾക്ക് മാരേജ് കഴിഞ്ഞ് ഓൾറെഡി ഒരു കുട്ടിയുമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും സത്യങ്ങളൊന്നും തുറന്നു പറയാനുള്ള മനസ്സില്ലല്ലേ? ഒരു കാര്യം ഓർത്തു വെച്ചു, അവൾക്ക് വേണ്ടിയാണ് ഞാൻ ആ സിറ്റിയിലേക്ക് പോയത്, അവളെ കൊണ്ടുവരാതെ താൻ അടങ്ങുകയില്ലാന്ന് ഹീറോ പറയുന്നുണ്ട്. അപ്പോൾ ലിസി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ വീട്ടിലെ മരുമകളായി അവൾ വരണമെന്നാണ് അവളുടെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഹീറോ പറയുന്നുണ്ട്, അതൊന്നും ഈ ജന്മത്ത് നടക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ അവളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഹീറോ അങ്ങനെ എഴുന്നേറ്റ് പോകുന്ന കണ്ടിട്ട് അവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിൻ കാറിലേക്ക് കയറാൻ വരുമ്പോൾ ഹീറോ അവിടേക്ക് വന്ന് അവൻ്റെ കൂടെ വരാനായി ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോയിൻ ആദ്യം അത് എതിർക്കുന്നുണ്ടെങ്കിലും അവളെയും കൊണ്ട് അവൻ അവിടെ നിന്ന് പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനോടൊപ്പം അവൾ പോകാൻ തയ്യാറാവുന്നുണ്ട്. പോട്രി മേക്കിംഗ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഹീറോയിനെ അവൻ കൂട്ടിക്കൊണ്ടുവന്നത്. കാരണം എന്തെന്ന് വെച്ചാല് അവരിരുവരും പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹീറോയിൻ അവളുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതിയിരുന്നു. ഹീറോയുടെ മുൻപിൽ വെച്ച് തന്നെ അത് ഓരോന്നും ചെയ്യണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിനെല്ലാം സപ്പോർട്ടായി കൂടെ കാണുമെന്ന് അന്ന് തന്നെ ഹീറോ വാക്കുകൊടുത്തതാണ്. അങ്ങനെ അവരിരുവരും ചേർന്ന് പോട്രീസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈയെടുക്കുകയായിരുന്നു. അവള് ചെയ്തത് എടുത്തു വെച്ചിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട്, ഇത് നിന്റെ മാസ്റ്റർ പീസ് ആണോ എന്ന്. പരിഭവത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയെങ്കിലും ഒരുപാട് നേരം അവരവിടെ എൻജോയ് ചെയ്തിരുന്നു. പിന്നീട് ഹീറോയിനെ അവൻ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കുന്നുണ്ട്. അവൾ വീടിനുള്ളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് നീ ഇങ്ങനെ പോകുന്നത്? നീ പോകുന്നത് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമമുണ്ടെന്ന് പറയുമ്പോൾ, ഒരു കാര്യം ചെയ്യ്, നീ തിരിഞ്ഞു നിന്നാൽ മതി, അപ്പോൾ ഞാൻ പോകുന്നത് കാണത്തില്ലല്ലോ, ഞാൻ ഓടി അങ്ങ് പൊക്കോളാം എന്ന് ഹീറോയിൻ തമാശയായി പറയുന്നു. എങ്കിൽ പിന്നെ പോകുന്നതിന് മുമ്പായി കിസ് ചെയ്തിട്ട് പോകുന്നു പറഞ്ഞ് ഹീറോ അവളെ കിസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, ഇവിടം വിട്ട് പോകുന്നു തന്നെ ഹീറോയിൻ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അവൾ പോകുന്നത് നോക്കി ഹീറോ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഹീറോയിൻ അവളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവനോടുള്ള തന്റെ പ്രണയത്തെ മറച്ചു വെക്കണമെന്ന്, അതൊരിക്കലും പുറത്തു കാണിക്കരുതെന്ന് പറഞ്ഞ് അവളുടെ മൈൻഡിനെ അവള് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഹീറോയുടെ അമ്മ അവളെ വിളിച്ചിട്ട് അവളെ മീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്.
പിറ്റേ ദിവസം ഹീറോയുടെ അമ്മയെ മീറ്റ് ചെയ്യാനായി ഹീറോയിൻ പോകുന്നു. എന്റെ മകനെ വിട്ടുപോകാൻ ഇപ്രാവശ്യം നിനക്ക് എത്രമാത്രം പണം വേണമെന്ന് ആ സ്ത്രീ അവളോട് ചോദിക്കുന്നുണ്ട്. ഒരു 100 മില്യൺ തന്നാൽ മതിയാവൂന്ന് ഹീറോയിൻ പരിഹാസ രൂപേണ അവരടുത്ത് പറയുന്നുണ്ട്. നീ ചോദിക്കുന്ന പണം ഞാൻ തരാം, പക്ഷേ എന്റെ മകന്റെ കൺമുന്നിൽ നിന്നെ ഇനി കണ്ടുപോകരുതെന്ന് അവർ പറയുമ്പോൾ, നിങ്ങൾ എന്റെ മുമ്പിൽ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ല കാര്യം. അന്ന് നിങ്ങളുടെ പണം ഞാൻ വാങ്ങിയത് എന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങളുടെ പണവും നിങ്ങളുടെ മകനെയും നിങ്ങൾ തന്നെ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഹീറോയുടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇതേസമയം ഹീറോ ആവട്ടെ എന്തുകൊണ്ടാണ് ജിൻഷി തന്നോടൊപ്പം ജീവിക്കാത്തതെന്നും അതിന്റെ പിന്നിൽ എന്തോ റീസൺ ഉണ്ടെന്നും എങ്ങനെ അത് കണ്ടുപിടിക്കുമെന്നൊക്കെ ആലോചിച്ച് വല്ലാത്തൊരു കുഴപ്പത്തിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. ഇതേസമയം തന്നെ ഹീറോയുടെ അച്ഛൻ അവിടേക്ക് വരികയും എന്റെ വൈഫിന് ഇത് എന്ത് പറ്റി, അവൾക്ക് വല്ല പനിയുണ്ടല്ലോ എന്ന് ഹീറോ അടുത്ത് ചോദിക്കുന്നുണ്ട്. പനിയാണെങ്കിൽ അമ്മയുടെ തലേ ചെന്ന് പരിചരിക്കേണ്ടത്, അല്ലാതെ എൻ്റെ അടുത്താണോ വരേണ്ടത്, ഞാനെന്താ ഡോക്ടറാണോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവന്റെ അച്ഛൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ഇതേസമയം അബോർഷൻ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഹീറോയിൻ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ഹീറോയുടെ ഫ്രണ്ടും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഈ പെണ്ണിവിടെ എന്ത് ചെയ്യുകയാണെന്ന് അവൻ സംശയത്തോടെ തന്നെ അവരിരുവരും സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടായിരുന്നു. വിവരങ്ങളൊക്കെ അറിഞ്ഞ ഹീറോയുടെ ഫ്രണ്ട് ആവട്ടെ ഹീറോയെ വിളിച്ചിട്ട്, നീ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് അവളുടെ വല്ല കാര്യവും നീ അറിയുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ നോക്ക്, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെടുമെന്ന് തന്നെ ഫ്രണ്ട് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഹീറോ അവിടെ എത്തിയപ്പോഴേക്കും സർജറി പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിരുന്നു. ഹീറോയിനെ കണ്ടയുടനെ തന്നെ അവളെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. എവിടെയൊക്കെ തന്നെ കൊണ്ടുപോകുന്നതിന് ഹീറോയിൻ തിരക്കുമ്പോൾ വീട്ടിലേക്കാണെന്ന് ഹീറോ പറയുന്നുണ്ട്. നിന്റെ വീട്ടിലേക്കൊന്നും ഞാൻ വരില്ല എന്ന് അവൾ പറയുമ്പോൾ, എന്റെ വീട്ടിലേക്കല്ല, അറ്റ്ലീസ്റ്റ് നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞ് അവിടേക്ക് കൊണ്ടുപോകുന്നു. അവൾക്ക് വയറുവേദന വല്ലതും ഉണ്ടോ എന്ന് ഹീറോ അവളുടെ അടുത്ത് തിരക്കുന്നുണ്ട്. നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായോ? ഹീറോയുടെ അടുത്ത് അവന്റെ കുഞ്ഞിനെ അബോർട്ട് ചെയ്തു എന്ന് തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്. എനിക്ക് അതിനെ പറ്റിയൊക്കെ അറിയാം. നീ എന്ത് തീരുമാനമെടുത്താലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ എന്ത് തീരുമാനമെടുത്താലും അതൊന്ന് പറയണമെന്ന് മാത്രം ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഹീറോയിൻ കരയാൻ തുടങ്ങുന്നു. ചുമ്മാ കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ കരയാതെ, എല്ലാത്തിനും അപ്പുറം നിന്റെ ഹെൽത്താണ് എനിക്ക് മുഖ്യമെന്ന് പറഞ്ഞ് ഹീറോയിനെ അവൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇതേസമയം തന്നെ ഹീറോയുടെ ഫ്രണ്ട് പുറത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്, കുഞ്ഞിനെ ഹീറോയിൻ അബോർട്ട് ചെയ്തിട്ടില്ല എന്ന്. ഇത് കേട്ടതും അവർ ഇരുവരും ഒരുപോലെ ഷോക്ക് ആവുന്നുണ്ട്. അമ്പരപ്പോടെ തന്നെ കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഹീറോയിന്റെ അടുത്ത് അവൻ തിരക്കുമ്പോൾ, ഇല്ല എന്ന് ഹീറോയിൻ പറയുന്നു. ശരിക്കും സർജറിക്ക് വേണ്ടി അകത്തേക്ക് കയറിയതാണെങ്കിലും ചെയ്യാനുള്ള മനസ്സ് അവൾക്കുണ്ടായിരുന്നില്ല. സന്തോഷത്തോടെ തന്നെ തന്റെ കുഞ്ഞിനൊരു ആപത്തും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി ഹീറോ ആവട്ടെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഇതേസമയം തന്നെ ഹീറോയിന്റെ ഫ്രണ്ട് വാതിലിന് മുട്ടിയിട്ട്, ഇത്ര അവളെ ദ്രോഹിച്ചതുപോലെ ഇനിയും നീ മടങ്ങിയെത്തിയിരിക്കുകയാണോ എന്ന് ദേഷ്യത്തോടെ ഹീറോയുടെ എന്നോണം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഹീറോ ആവട്ടെ വാതിൽ തുറന്ന് അവളുടെ ഫ്രണ്ടിനോട് സംസാരിക്കാനായി പോകുന്നുണ്ട്. ഫ്രണ്ട് അവനെ കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇത്രയും അവളുടെ ജീവിതം നശിപ്പിച്ചിരുന്നും പോരെ, എന്തിനാണ് നീ ഈ സിറ്റിയിലേക്ക് മടങ്ങി വന്നത്? അവളെ കൊല്ലാക്കൊല്ല ചെയ്യാനാണോ? 5 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല. അവള് വല്ലതും വാ തുറന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റൂ എന്താണ് നടന്നതെന്നുള്ള സത്യം. ഇനിയെങ്കിലും നിങ്ങളെങ്കിലും എന്നോട് തുറന്നു പറയുന്ന ഹീറോ അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുമ്പോൾ, ഫ്രണ്ട് എല്ലാ കാര്യങ്ങളും ഹീറോയെ ധരിപ്പിക്കുന്നു. എപ്പോഴും നിന്നെ ഉപേക്ഷിച്ചു പോകാൻ വേണ്ടിയിട്ട് നിന്റെ അമ്മ പണം കൊടുത്ത ഹീറോയിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുമായിരുന്നു. അവസാനം അവളുടെ അമ്മയുടെ സർജറിക്ക് പണത്തിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി നിന്റെ അമ്മ മനഃപൂർവ്വം അവളെ പണം കൊടുത്ത് നിന്നെ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി നിന്നെ ഉപേക്ഷിക്കുകയല്ലാതെ അവൾക്ക് വേറെ മാർഗമില്ലായിരുന്നു എന്നും അവൾ പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിൻ ഉറക്കമുണർന്നപ്പോൾ അവളെ ചേർത്ത് പിടിച്ച് തൊട്ടടുത്ത് തന്നെ ഹീറോ ഉണ്ടായിരുന്നു. ഹീറോയിൻ ഉണർന്നു എന്ന് മനസ്സിലായപ്പോൾ ഹീറോ ഉണർന്ന് അവളുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. ഞാൻ കാരണം നിനക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല. നിന്റെ ബോയ് ഫ്രണ്ടായ എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഹീറോ അവളോട് ക്ഷമ ചോദിക്കുന്നു. എല്ലാ കാര്യങ്ങളും നീ ഇതിനോടകം തന്നെ അറിഞ്ഞു കഴിഞ്ഞു എന്ന് ഹീറോയിൻ അവനോട് ചോദിക്കുമ്പോൾ, അതേ അറിഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറം നിന്നെ വിട്ട് ഞാൻ എവിടേക്കും പോകില്ല, നിന്നോടൊപ്പം തന്നെ കാണും. ഇനി ആരാലും നമ്മളെ പിരിക്കാൻ സാധിക്കില്ല. ഇത് കേട്ടുടങ്ങി തന്നെ ഹീറോയിൻ അവന്റെ ഷോൾഡറിലേക്ക് ചായുന്നു. പിന്നീട് ഹീറോ ആവട്ടെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ഹീറോയിനെ അവളുടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. നീയും നമ്മുടെ കുഞ്ഞുങ്ങളും സേഫായിരിക്കുന്നു പറഞ്ഞ് ഹീറോയിനെ ചേർത്ത് പിടിച്ചതിന് ശേഷം ഹീറോ വീട്ടിനകത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ നിന്നും മടങ്ങുമ്പോൾ തന്നെ ലിസ ഹീറോയെ വിളിച്ചിട്ട് അവന്റെ അമ്മയുടെ 50ാമത്തെ പിറന്നാൾ വരികയാണെന്നും അതിനു വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് റെഡിയാക്കാൻ വേണ്ടി അവളോടൊപ്പം വരാനായിട്ട് അവനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവനാവട്ടെ, നിനക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നീ അങ്ങ് കൊടുത്താൽ പോരെ, അതിന് എന്നെ വിളിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ച് അവളെ നല്ല വഴക്ക് പറയുന്നുണ്ട്. പിന്നീട് ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അവൾ വളരെ സന്തോഷത്തോടെ തന്നെ, ഇനി എന്റെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല, ഞാനും ഷെന്നും വീണ്ടും പഴയപടിയായിരിക്കുകയാണ്, ഇനിയൊരിക്കലും അവനെ വിട്ടുപോകില്ല എന്നും ഫ്രണ്ടിനോട് ഹീറോയിൻ പറയുന്ന കേട്ടപ്പോൾ, എന്തു തന്നെയായാലും നിങ്ങൾ ഇരുവരും ഹാപ്പി ആയിരുന്നാൽ മാത്രം മതിയെന്ന് ഫ്രണ്ടും പറയുന്നു. അതേസമയം തന്നെ ഹീറോയിന്റെ അമ്മയാവട്ടെ വെജിറ്റബിൾസ് വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലിസ വന്ന് അവരെ കാണുന്നുണ്ട്. നിങ്ങളുടെ മകൾ ഇത്രയും നാളും അവളുടെ ബോയ് ഫ്രണ്ടിനെ ഉപേക്ഷിച്ച് അവന്റെ കുഞ്ഞിനെ ജന്മം നൽകി ഒറ്റയ്ക്ക് വളർത്തി ഇത്രയും കഷ്ടപ്പെട്ടത് നിങ്ങൾ ഒരാൾ കാരണമാണെന്ന് പറയുന്നു. ഇത് കേട്ടതും ഹീറോയിന്റെ അമ്മ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. ആ പെൺകുട്ടി വീണ്ടും പറയുന്നത് തുടരുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ട്രീറ്റ്മെന്റിന് ഒരുപാട് പണം വേണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. അതേ തുടർന്ന് പണത്തിന് വേണ്ടി അവൾക്ക് അവളുടെ ബോയ് ഫ്രണ്ടിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇങ്ങനെ ഒരു ജീവിതം തനിച്ച് ജീവിക്കേണ്ടിയും വന്നു എന്ന് അവൾ പറയുന്നു. ഇത് കേട്ടതും
ഹീറോയിന്റെ അമ്മ ബോധരഹിതയായി നിലത്തേക്ക് വീഴുകയും ലിസയാവട്ടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പിന്നീട് ഹോസ്പിറ്റലിലായിരിക്കുന്ന ഹീറോയിന്റെ അമ്മയാണ് കാണിക്കുന്നത്. ചുറ്റും ഹീറോയിന് അവളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അമ്മ നിങ്ങൾ ഓക്കെ അല്ലേ, പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോഴും അവർ സൈലന്റായി ഒന്നും മിണ്ടാതെ തന്നെയായിരുന്നു. ഇതേ സമയം തന്നെയായിരുന്നു അവളുടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനായി ഹീറോ അവിടേക്ക് വരുന്നത്. എന്തിനാ അവിടേക്ക് വന്നത്, ഇറങ്ങിപ്പോന്ന് തന്നെ അവളുടെ അമ്മ ഒരു ദയമില്ലാതെ അവനോട് പറയുന്നുണ്ട്. ആന്റി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടാതെ, തെറ്റ് എന്റെ ഭാഗത്ത് തന്നെയാണെന്ന് പറഞ്ഞ് ഹീറോ അവരോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, നീ ഇനി ഒരക്ഷരം മിണ്ടരുത്, എല്ലാം എൻ്റെ അടുത്തൊന്നും മറച്ചില്ലേ, ഞാനിപ്പോൾ തനിയെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, എല്ലാവരും പുറത്തു പോകുമെന്ന് പറയുന്നു. അങ്ങനെ ഫ്രണ്ടും ഹീറോയും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മ വളരെ ദേഷ്യത്തിലാണ്. എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അകത്തേക്ക് കയറിപ്പോകുന്നു. അമ്മേ എന്തു പറ്റിയെന്ന് അവളെ ചോദിക്കുമ്പോൾ എന്തിനാ ഇത്രയും വർഷം എന്നിൽ നിന്ന് നീ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചേ, എന്തിനാ എനിക്ക് വേണ്ടിയിട്ട് നീ നിന്റെ ജീവനം നശിപ്പിച്ച്, ഞാൻ ചത്താൽ പോലും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ 5 വർഷം എത്രത്തോളം നീ കഷ്ടപ്പെട്ടു എന്ന് എന്റെ കണ്ണാൽ ഞാൻ കണ്ടതാണ്, ഇതെല്ലാം ഞാൻ കാരണം തന്നെയാണ് ഉണ്ടായെന്ന് ഓർക്കുമ്പോൾ എത്രത്തോളം ദേഷ്യവും വിഷമമാണ് എനിക്കുള്ളേ എന്ന് നിനക്കറിയാമോ എന്ന് അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. അവളുടെ അമ്മയെ ഓരോന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയതിനു ശേഷം ഹീറോയിൻ പുറത്തേക്ക് വരുന്നുണ്ട്. ഹീറോ ആവട്ടെ ഹീറോയിനെ തനിച്ചു വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നോട് നീ ക്ഷമിക്കണം, ഇതെല്ലാം എന്റെ തന്നെ തെറ്റാണ്, 5 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് കാരണത്താലാണ് നീ എന്നെ പിരിഞ്ഞു പോയതെന്ന് ഞാൻ കണ്ടുപിടിക്കേണ്ടായിരുന്നു, നിന്റെ മേലിൽ ഒരു തെറ്റുമില്ല, ആ സിറ്റുവേഷനിൽ ഏത് പെൺകുട്ടിയായാലും ഇങ്ങനൊരു ഡിസിഷനെ എടുക്കൂ എന്ന് ഹീറോ അവളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. നീ എന്നോട് ക്ഷമിക്കണം, എന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് പറഞ്ഞ് ഹീറോയിനെ പിന്നിൽ നിന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം ഇനി ഒരിക്കലും താൻ കാരണം ഒരു വിഷമവും അവൾ അനുഭവിക്കേണ്ടി വരില്ല, ഇപ്പോഴും അവളോടൊപ്പം തന്നെ കാണുമെന്ന് പറഞ്ഞ് ഹീറോ വാക്കു കൊടുത്തു. ഹീറോയിനും അതിന് ഓക്കെ പറയുന്നുണ്ട്. അവിടെ നിന്ന് അവൻ നേരെ വീട്ടിലേക്കാണ് പോയത്. കാരണം അന്നത്തെ ദിവസം അവന്റെ അമ്മയുടെ 50ാമത്തെ പിറന്നാളായിരുന്നു. അതേസമയം തന്നെ ഹീറോയിന്റെ അടുത്ത് ഹീറോയുടെ ഫ്രണ്ട് വന്നിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് 5 വർഷങ്ങൾക്ക് മുമ്പ് നീ അവന് ബ്രേക്കപ്പ് മെസ്സേജ് അയച്ചിട്ടും അവനിൽ നിന്ന് റിപ്ലൈ വരാതെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കാരണം അന്നേ ദിവസം റിങ്ങൊക്കെ കൊടുത്ത് ഹീറോയിനെ മാരേജിന് വേണ്ടി അവൻ പ്രപ്പോസ് ചെയ്യാനിരിക്കുകയായിരുന്നു. പക്ഷേ റേസിംഗിൽ അവന് അപകടം പറ്റുകയും കുറെ നാള് ഹോസ്പിറ്റലൈസ്ഡും ആയിരുന്നു. ബോധം വന്നപ്പോൾ ഹീറോയിനെ വിളിക്കാനാണ് തുടങ്ങിയെങ്കിലും അവള് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്ന മെസ്സേജാണ് അവൻ കണ്ടിരുന്നത്. അന്നു മുതൽ ഇന്ന് വരെയും ഒരു ഭ്രാന്തനെ പോലെ അവളെ തേടിക്കൊണ്ടിരിക്കുകയാണെന്നും അവൻ പറയുന്നുണ്ട്. ഇതും കൂടി കേട്ടപ്പോൾ ഹീറോയിൻ വല്ലാതെ ഇമോഷണൽ ആവുന്നു. അങ്ങനെ തന്നെ ഹീറോയെ കാണാനായി അവൾ പുറപ്പെടുന്നുണ്ട്. ഇതേസമയം ഹീറോയുടെ വീട്ടില് അവന്റെ അമ്മയുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയായിരുന്നു. ലിസ എടുത്ത് ഷെന്നിന്റെ അമ്മ പറയുന്നുണ്ട്, നീ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട, ഈ വീട്ടിലെ മരുമകള് നീ തന്നെയായിരിക്കുമെന്ന്. ഇതേസമയം തന്നെയാണ് ഹീറോ അവിടേക്ക് വരുന്നത്. എന്തിനാ അമ്മ നടക്കാത്ത വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നത്, നിങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനടി തന്നെ ഇന്ന് അവളുടെ ബർത്ത്ഡേ അല്ലേ, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ച് ഹീറോയുടെ അച്ഛൻ അവനെ വഴക്ക് പറയുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഇന്ന് ആന്റിയുടെ ബർത്ത്ഡേ അല്ലേ എന്ന് ലിസ ചോദിക്കുന്നുണ്ടെങ്കിലും ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, അതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല എന്ന് തന്നെ ഹീറോ വ്യക്തമാക്കുന്നു. നീ എന്തിനാണ് അവളോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ച് ഹീറോയുടെ അച്ഛൻ അവനോട് വഴക്കിന് വരുന്നുണ്ട്. എങ്ങനെ നിങ്ങളോടൊക്കെ ദേഷ്യപ്പെടായിരിക്കും, നിങ്ങൾ കാരണം തന്നെയാണ് എന്റെ ജീവിതം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്, ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് തന്നെ ഹീറോ പറയുന്നു. ഇതേ സമയത്താണ് മുത്തശ്ശിയുടെ കൈയും പിടിച്ച് ഹീറോയിൻ അവിടേക്ക് കടന്നു വരുന്നത്. എന്തിനാ ഇവിടേക്ക് വന്നത്, പണത്തിന് വേണ്ടി തന്റെ മകനെ ഉപേക്ഷിച്ചു പോയോളല്ലേ നീ, ഇനി വീണ്ടും പണത്തിന് വേണ്ടിയിട്ടാണോ മടങ്ങി വന്നിരിക്കുന്നതെന്ന് ഹീറോയിന്റെ അടുത്ത് അവന്റെ അമ്മ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും അല്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അവരുടെ നേർക്ക് ബാങ്ക് കാർഡ് നീട്ടുന്നുണ്ട്. നിങ്ങൾ തന്ന പണം പലിശയടക്കം മടക്കി തരികയാണെന്നും ഹീറോയിൻ വ്യക്തമാക്കുന്നുണ്ട്. നീ ചുമ്മാ ഓരോന്നും പറയുകയൊന്നും വേണ്ട, നിന്റെ സ്വഭാവ ഗുണം ഇവിടെ എല്ലാവർക്കും മനസ്സിലായതാണെന്ന് തന്നെ ഹീറോയുടെ അമ്മ ഒരു കൂസലുമില്ലാതെ പറയുന്നു. നിങ്ങൾ നൽകിയ പണം തിരികെ നൽകിയതിനു ശേഷം ഞാനന്ന് വേണ്ടാന്ന് വെച്ചിട്ട് പോയതിനെ തിരിച്ചു കൊണ്ടുപോകാനായിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് ഹീറോയിൻ വ്യക്തമാക്കുന്നു. ആന്റിയുടെ ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വീണ്ടും ലിസ ഹീറോയിനോട് ചോദിക്കുന്നു. അതിന് ഹീറോ മര്യാദയ്ക്ക് വായടച്ചോ, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയുമെന്ന് തന്നെ വ്യക്തമാക്കുന്നു. ഇതേസമയം ആ പെൺകുട്ടിയുടെ അച്ഛൻ അവൾക്ക് സപ്പോർട്ടിനായി എത്തുന്നുണ്ട്. എന്റെ മകളോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിന് എത്രയോ നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്റെ അമ്മയെ രക്ഷിച്ചത് പോലും എന്റെ മകളല്ലേ, നിങ്ങളാണോ എന്റെ അമ്മയെ രക്ഷിച്ചത്, അന്നത്തെ ആക്സിഡന്റ് പോലും നിങ്ങളുടെ മകൾ കാരണമാണ് ഉണ്ടായത്, അമ്മയ്ക്ക് അവളോട് താല്പര്യം തോന്നാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അവളാണ് അമ്മയെ രക്ഷിച്ചതെന്നും പറഞ്ഞ് ഇത്രയും നാളും പറഞ്ഞു പറ്റിച്ചത്, എല്ലാ കാര്യത്തെപ്പറ്റിയും ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നു എന്ന സത്യങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ഹീറോ വെളിപ്പെടുത്തുമ്പോൾ എല്ലാം നീ കാരണമാണോ സംഭവിച്ചത്, ഇത്രയും നാളും എന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് എന്നെ ഹെൽപ്പിന് വേണ്ടി ഹീറോയുടെ കൈകൾ പിടിക്കാനായി ആ പെൺകുട്ടി ശ്രമിക്കുന്നു. എന്നാൽ ഹീറോ വിട്ടുനിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ലിസ മുട്ടൂത്തിയിരുന്നിട്ട് ജിങ്ഷി നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണം, എന്റെ കുടുംബത്തിനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഹീറോയിനോട് യാചിക്കുമ്പോൾ ഹീറോയിൻ ആവട്ടെ അത് നീ എന്റെ അമ്മയോട് സത്യങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ ആലോചിക്കണമായിരുന്നു, ഇനി എന്തായാലും നിന്നോട് ക്ഷമിക്കാൻ പോകുന്നില്ല, മര്യാദയ്ക്ക് ഇവിടെ വന്ന് പൊക്കോന്ന് തന്നെ ഹീറോയിൻ പറയുന്നു. പിന്നീട് ഹീറോയിനെ അവിടെ നിന്ന് ഹീറോ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ച് വല്ലാതെ വിഷമത്തിലിരിക്കുകയായിരുന്ന ഹീറോയുടെ അമ്മയടുത്തേക്ക് അയാൻ ചെല്ലുന്നുണ്ട്. എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് അവനാവട്ടെ അവന്റെ പക്കലുണ്ടായിരുന്ന ചോക്ലേറ്റ് അവരുടെ നേർക്ക് നീട്ടുന്നുണ്ട്. അവർ സന്തോഷത്തോടെ തന്നെ അവനോട് തിരക്കുന്നുണ്ട് അവന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയാണെന്ന്. എൻ്റെ അച്ഛനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ എൻ്റെ അമ്മ വളരെ നല്ലതാണ്, എൻ്റെ അമ്മയുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയത്തില്ല, അമ്മ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സിനോട് തൻ്റെ ഇൻഫോർമേഷൻ ഒന്നും പറഞ്ഞു കൊടുക്കരുതെന്ന്. അവൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഹീറോയുടെ അമ്മയ്ക്ക് സംശയം തോന്നുന്നുണ്ട്.
ഈ കുഞ്ഞിന്റെ സംസാര ശൈലിയൊക്കെ കേട്ടിട്ട് ആ ജിങ്ഷിയെ പോലെ തോന്നുന്നുണ്ടല്ലോ, ചിലപ്പോൾ അവന്റെ മകൻ വല്ലോ ആയിരിക്കുമോ എന്ന്. ഉടനടി തന്നെ തന്റെ ആളുകളെ വിളിച്ചിട്ട് ജിങ്ഷി എവിടെയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹീറോയുടെ അമ്മ ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഇതേ സമയം ഹോസ്പിറ്റലിലെത്തി അവളുടെ അമ്മയെ കാണാൻ ഹീറോയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് അവളുടെ അമ്മ ഡിസ്ചാർജ് ആവുകയാണ്. ഒരു തിങ്സ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോ മുറിയിലേക്ക് കടന്നു വന്ന്, ആന്റി എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. നിങ്ങളുടെ മകൾക്ക് ഇനി ഞാൻ കാരണം യാതൊരു വിഷമവും ഉണ്ടാവില്ല. അവളെ നല്ല രീതിക്ക് തന്നെ ഞാൻ നോക്കിക്കോളാം. എന്റെ സ്വത്തുവകകളെല്ലാം അവളുടെ പേരിലേക്ക് ഇതിനോടകം തന്നെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അഥവാ ഞാൻ അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയാൽ പോലും അവൾക്ക് സംരക്ഷണത്തിന് വേണ്ടി ഈ സ്വത്തുക്കൾ ഉണ്ടായിരിക്കുമെന്നും ഹീറോ ഉറപ്പ് നൽകുന്നു. ഈ ഒരു പ്രാവശ്യത്തേക്ക് തന്നോട് ക്ഷമിക്കണമെന്ന് അവൻ യാചിക്കുന്നു. അവന്റെ ഈ പ്രവൃത്തിയിൽ അവർക്ക് അവനോട് അലിവ് തോന്നാതിരുന്നില്ല. എന്നിരുന്നാലും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹീറോ അവരുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ ഞാൻ പിടിച്ചോളാമെന്ന് പറഞ്ഞ് വാങ്ങുന്നുണ്ട്. ജിങ്ഷിയെ കാണാനായി ഹീറോയുടെ അച്ഛനും അമ്മയും കൂടി വന്നപ്പോൾ കാണുന്നത് മുത്തശ്ശിയും കുട്ടിപ്പയ്യനും കൂടി ഇരുന്ന് കളിക്കുന്നതാണ്. മുത്തശ്ശി അവർ ഇരുവരോടുമായി തിരക്കുന്നുണ്ട്. ഈ കൊച്ചുകുട്ടി ആരാണെന്ന് അറിയാമോ? നിങ്ങളുടെ പേരക്കുട്ടിയാണെന്ന്. നിങ്ങളുടെ മകന്റെയും ജിങ്ഷിയുടെയും കുട്ടിയാണ് ഇവനെന്ന് പറയുമ്പോൾ ഇരുവരും ഷോക്കായി തന്നെ ആ കൊച്ചുകുട്ടിയെ നോക്കുന്നുണ്ട്. മുത്തശ്ശി അയാനോട് ചോദിക്കുന്നുണ്ട് അവരിരുവരും വീട്ടിലേക്ക് കടത്തിവിടണോ എന്ന്. വേണ്ട വേണ്ട, രണ്ടുപേരും അകത്തേക്ക് കയറ്റിവിടണ്ട, എൻ്റെ അമ്മയെ ഒരുപാട് ബുള്ളി ചെയ്തതല്ലേ എന്ന് പേരക്കുട്ടി പറഞ്ഞത് കേട്ടില്ലേ. എങ്ങനെയെങ്കിലും അവനുമായി ഒന്ന് അനുരഞ്ജനപ്പെടുത്താൻ ശ്രമിക്കാമോ എന്ന് ഹീറോയുടെ അച്ഛൻ്റെ അടുത്ത് അമ്മ ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ പേരക്കുട്ടിയോട് സംസാരിച്ചെല്ലാം ശരിയാക്കാമെന്ന് അച്ഛൻ അവരെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് നൈറ്റ് ആയപ്പോഴേക്കും അവരുടെ ഫാമിലി എല്ലാം ഒത്തുകൂടുന്നുണ്ട്. അന്നേ ദിവസം ഹീറോയുടെ പിറന്നാളായിരുന്നു. തന്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഹീറോയുടെ അമ്മ ഹീറോയിനെ മരുമകളായി അംഗീകരിക്കുകയും എല്ലാവരും ഒത്ത് ഹാപ്പിയായിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോ കേക്ക് കെട്ടുന്നതിന് മുമ്പ് അവന്റെ വിഷ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കേൾക്കത്തക്ക വിധം തന്നെ ഉറക്കെ പറയുകയും ചെയ്യുന്നുണ്ട്, തന്റെ മകൻ തന്നെ അച്ഛാന്ന് വിളിക്കണം, അതാണ് തന്റെ ആഗ്രഹമെന്ന്. ഇത് കേട്ടതും അയാൻ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. എന്താ കേട്ടില്ല, ഉറക്കെ പറ എന്ന് ഹീറോ പറയുമ്പോൾ അച്ഛനിപ്പോൾ കാത് കേൾക്കുന്നോ ഇല്ലയോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി ഹീറോയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. പിന്നീട് എല്ലാവരും ഫയർ വർക്ക്സും അതുപോലെ പൂത്തിരിയൊക്കെ കത്തിച്ച് ആഘോഷിക്കുന്ന സമയത്ത് ഹീറോയിനും മാറിയിരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയിൻ അവന്റെ തോളിലേക്ക് ചാഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇനിയൊരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമെന്നും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കുമെന്നും കരുതിയിരുന്നേയല്ല എന്ന്. 5 വർഷമല്ല 10 വർഷമായാലും ഞാൻ നിന്നെ തേടിക്കൊണ്ടേയിരിക്കുമെന്ന് ഹീറോ പറയുന്നുണ്ട്. അത് പിന്നെ ഞാൻ മരിച്ചുപോയാൽ നീ എന്ത് ചെയ്തേനെ എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. മരിച്ചുപോയാൽ ഞാനും എന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്നോടൊപ്പം വന്നേനെ എന്ന് അവൻ മറുപടിയും കൊടുക്കുന്നു. അവൾ അതീവ സന്തോഷത്തോടെ തന്നെ എങ്കിൽ പിന്നെ നമുക്ക് മാരേജ് ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മാരേജ് കഴിക്കാനെന്നോ? ഹീറോ സംശയത്തോടെ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്. അതെ, മാരേജ് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തതാണ്, അതുപോലും നിനക്ക് മനസ്സിലായില്ലേ? ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, വിവാഹിതരാവാം. ശരി, പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിനെ അവൻ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ അവർ സന്തോഷമായി ജീവിക്കുന്നിടത്ത് നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് റിഹാന, ആകിത ജിജു, നിവേദ്, ഷഫ, ലൈല, ഷഹാല, അമീന, ഇസ ഫാത്തിമ, മാളു, അനീഷ, സിമി, ഫിറോസ്, വീണ, മഞ്ജു, മായ, നന്ദ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നന്ദ എന്ന് തന്നെയാണോ കുട്ടിയുടെ പേരെന്ന് എനിക്ക് ഉറപ്പില്ല. പേരിന്റെ മുമ്പിൽ മറ്റെന്തോ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഡ്രാമയിൽ ആ കുട്ടിയുടെ പേര് പറയാമെന്ന് ഞാൻ പറഞ്ഞതാണ്, പക്ഷേ എനിക്കിപ്പോൾ പേര് നന്നായി ഓർമ്മ കിട്ടുന്നില്ല. തീർച്ചയായും ആ കുട്ടി ഈ ഡ്രാമ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, മുഴുവൻ പേരും. പിന്നെ എല്ലാവരും എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാനും മറക്കണ്ട. തീർച്ചയായും ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ഓപ്ഷൻ കൂടെ കൊടുക്കുക, അപ്പോൾ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ആവുന്നതായിരിക്കും. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.